എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ബാലാജിയുടെ കർണം തീർത്ത് നാളെ ഇട്ട് കൊടുക്കുന്നുണ്ട് അളകനന്ദ. അപ്പൊ ഇത്രയും കാലം തന്നെയും ഗാഥേനെയും വിഷമിപ്പിച്ചതിനുള്ള പ്രതികാരം ചെയ്യുകയാണ് നന്ദ. അതോടൊപ്പം തന്നെ ഗാഥേനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പിങ്കി മോഹിനി എല്ലാം ചേർന്ന് വലിയ തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. അങ്ങനെ അത് വീണ് ലക്ഷ്മിയമ്മ ഗാഥേനെ പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നന്ദയുടെ വരവ് അങ്ങോട്ട്. നന്ദ പിന്നീട് സംഹാര താണ്ഡവം തന്നെയാണ് ഇന്ത്യവരത്തിൽ ആടുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടു ACP ഓഫീസിലേക്ക് നന്ദ വന്നായിരുന്നു. ഈ സമയം തന്നെ ബാലാജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൗതം. പിന്നീട് ബാലാജിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ബാലാജി കുറ്റം ഏറ്റെടുക്കാനായിട്ട് തയ്യാറായില്ല. അല്ലെങ്കിലും ബാലാജി അല്ലല്ലോ നന്ദയെ തട്ടിക്കൊണ്ട് പോയത്. അവസാനം ബാലാജി പറഞ്ഞു, സാറേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ വേണം പറയാൻ എനിക്ക് കുഴപ്പമില്ല. ഇത്ര അടി വന്നിട്ട് ഞാനത് പറഞ്ഞില്ല. അതിന് കാരണം എന്താ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അത് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറ്റം ഏറ്റെടുക്കാത്തെന്ന് പറയാം. അവസാനം ബാലാജിയുടെ അടുത്തുനിന്ന് നേരെ ഗോന്ന് നന്ദയുടെ ഇടയിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, നിന്നെ നാണം കെടുത്തിയല്ലേ അല്ലേ ഇവന്, പോരാത്തനും ഗാഥേനെ ശല്യപ്പെടും ചെയ്തു. ഞാനായിട്ട് ഇവനെ തല്ലുന്നില്ല, നീ പോയിട്ട് അവന്റെ കാരണം തീർത്തങ്ങൾ പൊട്ടിക്കാൻ പറയണം. ഇത് കേൾക്കേണ്ട താമസം. നന്ദ നേരെ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് ബാലാജിയുടെ മുന്നിൽ പോയി നിൽക്കണം. എന്നിട്ട് നീ എന്താടാ എന്നെ കുറിച്ച് കരുതിയത്? അന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ACPയുടെ ഭാര്യ എന്നുള്ള കാര്യം? നീ ഇത്രയും വിചാരിച്ചില്ലല്ലേ? ഈ നന്ദയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും നീ ഇനി കാണാൻ പോകുന്നുള്ളൂ. നീ ആ പാവം പെങ്കുച്ചിനെ അതിന്റെ അമ്മേനെ എത്ര മാത്രമാണ് ദ്രോഹിച്ചേ. എല്ലാവരുടെ മുന്നേ നാണം കെടുത്തിയില്ലടാ. അതും പോരാഞ്ഞിട്ട് ഇപ്പോഴും നീ അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. അവൾക്ക് ഒരു ഗതിയില്ലാഞ്ഞിട്ടാടാ അവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എന്നിട്ടോ വീണ്ടും നീ ഓരോ കുതന്ത്രങ്ങളും മെനഞ്ഞ് അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പാവം ആ സുജാതാന്റിയെ പോലും നീ വെറുതെ വിട്ടില്ല. അവരുടെ വീട്ടിൽ കയറി നീ എന്തൊക്കെ അതിക്രമണം കാണിച്ചേ. അതൊക്കെ സഹിക്കാന്ന് വെക്കാം, പക്ഷെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടാ. ഒരു പിഞ്ചു ബാലികയെ നീ ക്രൂരമായിട്ട് നീ അങ്ങനെയൊക്കെ ചെയ്ത് ആ നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടാ. ഞാനെന്നല്ല, പെണ്ണായി പറഞ്ഞ ആർക്കും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. നിന്നെ ഇപ്പൊ വെറുതെ വിട്ടാലും നിനക്ക് ദൈവത്തിന്റെ കോടതിയിൽ ഒരിക്കലും മാപ്പ് കിട്ടില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രല്ല, നിനക്കുള്ള പരമാവധി ശിക്ഷ അത് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. കോടതിയിൽ ഞാൻ ഗാഥയെ കൊണ്ടുവരും. ഗാഥയെ ഞാൻ സാക്ഷി മൊഴി പറയിപ്പിക്കും നിനക്കെതിരായിട്ട്. നീ ഒരിക്കലും നിനക്ക് ജാമ്യം കിട്ടാതെ നീ അകത്ത് കിടക്കൂടാ. ജീവപര്യന്തരമായിരിക്കും ഇനി നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ. അത് ഈ നന്ദ വാങ്ങിച്ചു തരും, നീ നോക്കിക്കോളം പറയണം. പിന്നീട് പറഞ്ഞ്, മേലാല് ഇനി എൻ്റെയോ ഗാഥയുടെ മുമ്പിൽ നിന്നെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോയേക്കരുത് എന്നും പറഞ്ഞ് അവന്റെ കർണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കുകയാണ്. ഇനിയെങ്ങാനും എന്റെ കൺമുന്നിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തോടെ കൂടെ നിന്റെ കഥ കഴിഞ്ഞെന്ന് കൂട്ടിക്കോ. എന്നെ മാത്രമല്ല ഗാഥേനെ അവരുടെ അമ്മേനെ ഇതിന്റെ പേരിൽ എന്തേലും വൈരാഗ്യ ബുദ്ധിയോടെ നീ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ നന്ദയാരെ നിന്നെ ഞാൻ അറിയാൻ പോകുന്നുള്ളൂ. ഇപ്പൊ ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് നിനക്കിട്ട് തരുന്നേ എന്നും പറഞ്ഞ് അടുത്ത കവിളിലും കൂടെ കൊടുക്കുകയാണ്. എന്തേലും ചെയ്യാൻ പറ്റുമോ തിരിച്ച്? അപമാന ഭാരത്തെ തല കുനിച്ച് നിൽക്കുകയാണ്. അത് മാത്രമല്ല, നന്ദ പറഞ്ഞ ചില കാര്യങ്ങളും കൂടെ അയാളുടെ മനസ്സിൽ കൂടെ ഓടുകയാണ്. തനിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു തരുമെന്ന്. അപ്പൊ ഗാഥേനെയും കൊണ്ട് ഇവള് വരുമെന്ന്. ഇപ്പൊ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാലാജി തല കുനിച്ച് നിൽക്കുകയോ ചെയ്തേ. പിന്നീട് നന്ദയും കൂട്ടിയിട്ട് ഗൗതം വീട്ടിലേക്ക് വരുമായിരുന്നു. ഈ സമയത്താണെങ്കിൽ ലക്ഷ്മിയമ്മ ഗാഥയുടെ മുന്നിൽ ഉറഞ്ഞു തൊള്ളുവാണ്. അവസാനം ഗാഥയാണ് ക്യാരറ്റും പാലും കൊണ്ട് മുയൽക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തെന്നുള്ള സത്യം ലക്ഷ്മിയമ്മ അറിയുവാണ്. അത് ലക്ഷ്മിയമ്മയോട് പോയി പറയുന്നു. പവിത്രയാണ് ചെന്ന് പറയണേ. അപ്പം മുയൽക്കുഞ്ഞ് ചത്തുപോയതിന്റെ വിഷമത്തില് സങ്കടപ്പെട്ടിരിക്കുന്ന ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് പവിത്ര വന്നിട്ട് പറഞ്ഞു, എന്നാലും ലക്ഷ്മിയമ്മ ഇതാരായിരിക്കും ഈ ചെയ്ത് ഈ പരിപാടി ചെയ്തതെന്ന് ചോദിക്കുവാണ്. അല്ല നിനക്കറിയാവോ പവിത്ര? എനിക്കറിയില്ല, പക്ഷെ ക്യാരറ്റൊക്കെ ജീവിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഗാഥ, അവൾ തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ ലക്ഷ്മിയമ്മയ്ക്ക് എനിക്ക് മനസ്സിലായി അവൾക്ക് എന്നോടുള്ള ദേഷ്യം എന്താന്ന്. ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ഇത്രയും കാലം എനിക്ക് അവളോട് സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇനി അതുണ്ടാവില്ല. ഞാൻ ആരാന്ന് അവളെ കാണിച്ചാൻ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഗാഥയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്താണെങ്കിൽ ഗാഥ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ക്യാറ്റും പാലും കൊടുക്കാൻ പറഞ്ഞു, എടുത്തു കൊടുത്തു. അതിനപ്പുറത്തേക്ക് ഗാഥയ്ക്കൊന്നും അറിയത്തില്ല. അതിനകത്ത് വിഷപ്പൊടി കൊണ്ട വിതറിയ കാര്യം അതൊന്നും അറിയില്ല. അത് ചെയ്തത് മോഹിനിയാണല്ലോ. അങ്ങനെ ഗാഥയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നീ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിക്കുകയാണ്. ഗാഥ പറഞ്ഞു, എന്തമ്മേ
എന്താണോ നിനക്കൊന്നും അറിയത്തില്ലല്ലേ? നീ എന്റെ മുയൽ കുഞ്ഞുങ്ങളെല്ലാം നീ കൊന്നു കളഞ്ഞില്ലേടി. എന്നോടുള്ള ദേഷ്യം പാവ ആ മിണ്ടാപ്രാണിയോട് എന്തിനാടി നീ ചെയ്തേന്ന് ചോദിക്കണം. അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാഞ്ഞിട്ടാണ്ടി നീ ആ മുയൽ കുഞ്ഞുങ്ങളെ ക്യാറ്റും പാലും കൊണ്ടേ കൊടുത്തേ. അതിനകത്ത് നീ വിഷം കലക്കിയല്ലേടി കൊടുത്തേന്ന് ചോദിക്കണം. അമ്മ ഞാൻ അറിഞ്ഞിട്ടില്ല, സത്യമായിട്ടും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്യാനും പോകുന്നില്ലെന്ന് പറയണം. പിങ്കി പറഞ്ഞു, ഇവള് പഠിച്ച കളിയാന്ന് തോന്നുന്നു കേട്ടോ രേമേ, അല്ലെങ്കിൽ ഇവളും കള്ളത്തരം പറയോ? ഇത്രയും നാളും ആ മുയൽക്കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പവിത്ര പറഞ്ഞു, രശ്മിയമ്മയോടുള്ള ദേഷ്യം തീർത്താന്ന് തോന്നേ, എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഗാതെ. നീ ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. മോഹിനി അത് തന്നെയാണ് പറഞ്ഞേ. നമ്മളൊക്കെ വിചാരിച്ചോണ്ടിരുന്ന എന്താ, ഇവള് പാവാന്നല്ലേ വിചാരിച്ചോണ്ടിരുന്നേ. കണ്ടില്ലേ ഇപ്പൊ ഇവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നേ. ഇവള് ഇത്രയ്ക്ക് വാശി ലക്ഷ്മിയമ്മയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പം നമ്മളെപ്പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമുക്ക് തരെ ഇവള് വിഷം കലക്കി തരുമല്ലോ. ഇവളൊക്കെ ഏത് തരക്കാരിയാന്ന് ആർക്കറിയാം. അവിടുന്ന് വന്നതല്ലേ. ഊരേതാ പേരേതാ ഇവളുടെ സ്വഭാവം എന്താന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് നന്ദയ്ക്ക് പോലും അറിയത്തില്ല. നന്ദ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് വലിയ കേമിയാന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വന്നെ. എന്നിട്ട് ഇപ്പൊ അവൾക്ക് വല്ലതും അറിയണോ? അവൾ ഊരി ചുറ്റാൻ നടക്കുമല്ലേ. കോളേജിലേക്കാന്ന് പറഞ്ഞ് രാവിലെ അവൾ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോയേക്കുന്നു, മനുഷ്യന് സ്വസ്ഥത കളയാനായിട്ട്. പിന്നീട് ലക്ഷ്മിയോട് പറഞ്ഞു, അതെ ലക്ഷ്മിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നന്ദ വന്നെങ്കിൽ ഇന്ന് തന്നെ ഇവളെ പറഞ്ഞു വിട്ടേക്കണം. എനിക്ക് പറ്റില്ല, ഇവളിവിടെ ഉണ്ടെങ്കിൽ താമസിക്കാൻ തന്നെ എനിക്ക് പേടിയാന്ന് പറയാണ്. പവിത്രൻ പറഞ്ഞു, ശരിയാണ്. ഒരു പക്ഷെ നാളെ എന്തിനും വഴക്ക് പറഞ്ഞതിന്റെ പേരില് നാളെ ഇവള് നമ്മളെ ചിലപ്പോൾ തീർക്കൂല്ലോ എന്ന് പറയാണ്. ലക്ഷ്മി പറഞ്ഞു, ഇന്നത്തോടു കൂടി ഇവളുടെ പൊറുതി ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേശ്വരൻ അങ്ങോട്ട് വരുന്നേ. മഹേശ്വരൻ കേട്ടി ഒച്ചപ്പാടും വേളൊക്കെ വന്നിട്ട് എന്താ ലക്ഷ്മി, എന്താ ഇവിടെ ഈ ഒച്ചപ്പാടെന്ന് ചോദിക്കണം. മഹിയേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവൾ ഈ നിമിഷം തന്നെ ഇവിടുന്ന് പറഞ്ഞു കൊണ്ടെന്ന് പറയാം. അല്ല അതിന് മാത്രം എന്താ പ്രശ്നം ഉണ്ടായത്? ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലേ? ഇവൾ ആ മുയൽക്കുഞ്ഞിനെല്ലാം വിഷം കൊടുത്ത് കൊന്നേ. ഗാഥയോ? ഗാഥ എങ്ങനെ ചെയ്യില്ല എന്ന് പറയണ? അതെങ്ങനെ മഹിയേട്ടനറിയാം? മഹിയേട്ടന് 2 ദിവസമായിട്ടുള്ള കണ്ടുപരിചയല്ലേ ഇവളെ ഉള്ളൂ. അതിനു മുമ്പ് ഇവളെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കണം. മഹേന്ദ്രൻ ഒന്നും ഞെട്ടി. എന്തേലും പറയാൻ പറ്റുമോ? വായന എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് വീണിട്ടുണ്ടെങ്കിൽ അതേ പിടിച്ച് കയറാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ് പിങ്കിയും മോഹിനിയും ഒക്കെ. മഹേശ്വരൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും ഈ പങ്കുച്ചങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അതാന്ന് പറയണ. പിന്നെ ഇവളുമാരൊക്കെ പഠിച്ച കളികളാ, ഇവളുമാരെ ഒന്നും വിശ്വസിച്ചുകൂടാ. അല്ല ഇപ്പൊ നമുക്കങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? നന്ദയല്ലേ കൂട്ടിക്കൊണ്ട് വന്നാൽ, നന്ദയും ഗൗതമിന്റെ അനുവാദം മേടിച്ചിട്ട് കൊണ്ടുവന്നതല്ലേ. നമ്മൾ ഇനി ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി വല്ല പ്രശ്നമാകുമോ? നന്ദ വന്നു കഴിയുമ്പോ ഞാനിനി ആരെയും നോക്കുന്നില്ല, നീ പോയി നിന്റെ ബാഗൊക്കെ എടുത്തോണ്ട് വാടി, എന്നിട്ട് പോകാൻ നോക്കാൻ പറയണം. പാവം ഗാഥ എന്ത് ചെയ്യണം, കരഞ്ഞോണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഗാഥയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. പോയി തന്റെ ബാഗൊക്കെ എടുത്തോണ്ട് വരുവാണ്. അപ്പൊ ഗാഥ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നന്ദേച്ചി വന്നിട്ട് പറഞ്ഞിട്ട് പൊക്കാളാന്ന്. അവളുടെ ഒരു നന്ദേച്ചി, ഇവിടെ നന്ദേച്ചി അല്ല തീരുമാനം എടുക്കുന്നേ, ഇവിടെ കാരണവന്മാരായിട്ട് ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പറയുന്ന അവൾ അനുസരിക്കുള്ളൂ. എന്നോട് പോകാൻ പറഞ്ഞ് നീ പോയാൽ മതി, നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ട, ഇറങ്ങി പോടിയെന്ന് പറഞ്ഞുകൊണ്ട് ഗാഥനെ പിടിച്ചങ്ങോട്ട് തള്ളുവാണ് ലക്ഷ്മിയമ്മ. ഈ സമയത്ത് ഗൗതമിന്റെ വണ്ടി അങ്ങോട്ട് വന്നു തന്നെ. വണ്ടിക്കകത്ത് നന്ദയും ഗൗതമും കൂടെ ഇറങ്ങുവാണ്. ആ കാഴ്ച ഒരിക്കലും പ്രതീക്ഷയല്ലായിരുന്നു. പിങ്കി ആണെങ്കിലും മോഹിനിയല്ല നന്ദ ആ സമയത്ത് വരുമെന്നുള്ളത്. നന്ദയെ കണ്ടത് ഗാഥ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് നന്ദേച്ചിന്നും പറഞ്ഞുകൊണ്ട്. എന്ത് പറ്റി ഗാഥ, എന്താ നീ കരയണേന്ന് ചോദിക്കുകയാണ്. നന്ദേച്ചി എന്താന്നോ ഒന്നും അറിയത്തില്ലല്ലേ, ഇവളെന്താ കാണിച്ചെന്നറിയോ? എന്റെ മുയൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ എല്ലാത്തിനും ഇവള് വിഷം കൊടുത്ത് കൊന്നെന്ന് പറയണം. ആര്, ഗാഥയോ? അതെ അവള് തന്നെയാ, എന്നോടുള്ള ദേഷ്യത്തിന് ചെയ്താന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ? ഗാഥ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം. ഓ നീ അവൾക്ക് സപ്പോർട്ടാണല്ലോ, നീ സപ്പോർട്ട് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു നിമിഷം പോലെ അവളെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, അമ്മ വെറുതെ ഇങ്ങനെ ഇല്ലാക്കാതെ ഉണ്ടാക്കരുത്, ഒരിക്കലും ഗാഥ ചെയ്യില്ല. ഒരു കാര്യം ചെയ്യാം, അവളെ ഞാൻ പറഞ്ഞു വിട്ടോളാം. അവളാ ഇത് ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ അമ്മ എനിക്ക് ഒരു ദിവസം താ, ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ സത്യങ്ങൾ കണ്ടുപിടിക്കാം. അതിനുശേഷം ഇവളാന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോളാം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ ഒന്ന് ആലോചിച്ചു. അപ്പൊ പിങ്കി പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, അവളാ ചെയ്തതെന്ന് അറിയാം. പവിത്ര കണ്ടതാ ക്യാറ്റും പാലും കൊണ്ടേ കൊടുക്കണേ, പിന്നെ എന്താന്ന് ചോദിക്കുവാണ്. അതൊന്നും ഇപ്പൊ പിങ്കി പറയേണ്ട ആവശ്യമില്ല, ഒരു ദിവസം തരാനല്ലേ ഞാൻ പറഞ്ഞോളൂ, ഇപ്പൊ ആരാ ചെയ്തെന്ന് അറിയണമല്ലോ എന്ന് പറയണം. അങ്ങനെ ലക്ഷ്മിയമ്മ സമ്മതിക്കുവാണ്. പിന്നീട് നന്ദ അകത്തേക്ക് പോവാണ്. ഈ ഒപ്പം തന്നെ ഗൗതമിന് മനസ്സിലായി ഗാഥയല്ല ചെയ്തതെന്നുള്ള കാര്യം. വേറെ ആരോ ചെയ്തിട്ട് ആ കുറ്റം ഗാഥയുടെ തലയിൽ കെട്ടിവെക്കുവാണ് ചെയ്തതെന്ന്. നന്ദ മുറിയിലേക്ക് എന്നുമ്പോൾ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എത്രമാത്രം വേദന ഇവിടെ അനുഭവിക്കുന്നത്. പിങ്കി മോഹിനി എല്ലാവരും ക്രൂരമായിട്ടാ പെരുമാറുന്ന മനസ്സിലായി. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല, നല്ല പണി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എറിക്കാനായിട്ട്. അപ്പൊ ആരാണോ ചെയ്തത് അവർ തന്നെ ലക്ഷ്മിയമ്മയുടെ മുന്നിൽ പോയി സത്യങ്ങൾ തുറന്നു പറയണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ നന്ദ മെനയും വേണം അവരെ കൊടുക്കാനായിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്ന ആളെ. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.